ഇതുപോലുള്ള അരിപ്പ് എല്ലാവരെയും കയ്യിലുണ്ടാവില്ല. നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതുവരെയും അറിയാതെ പോയ കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് ഞാൻ വന്നേക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ വേനൽക്കാലം വരുമ്പോൾ നമ്മൾ ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മളുടെ നാരങ്ങ. പക്ഷെ അതിൽ നമുക്ക് പിഴിയുമ്പോൾ വെള്ളം കിട്ടുന്നില്ല, അത് ഉണങ്ങിയ പോലെയൊക്കെ ഇരുന്നാൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നേരിയ ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളം ഒന്നും ഒഴിക്കരുത്, നേരിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മാത്രം മതി. അതിൽ നല്ല രീതിയിൽ വെള്ളം വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഭയങ്കരമായിട്ട് ഉണങ്ങിയിരിക്കുന്നതാണെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ച് കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ തൊലി മാത്രം നല്ല കട്ടിയിലിരിക്കില്ലേ, അപ്പോൾ നമ്മളിങ്ങനെ പിഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും വെള്ളം കിട്ടില്ല. എന്നാലും നമുക്ക് ഈ ഒരു വേനൽക്കാലത്ത് ഏറ്റവും നമുക്ക് ഒരു റിലീഫ് കിട്ടുന്ന ഒരു സാധനം നാരങ്ങ വെള്ളം അല്ലേ. അപ്പോൾ ഇനി ഇതൊന്ന് നോക്കിക്കേ, നല്ല രീതിയിൽ തന്നെ ഒരു വെള്ളം കിട്ടുന്നത് കണ്ടില്ലേ. വേറൊരു നാരങ്ങ പിഴിഞ്ഞപ്പോൾ വെറുതെ ഇങ്ങനെ ഉണങ്ങിയ പോലെ ഇരുന്നു, അതിൽ നിന്നും വെള്ളം കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു സൂത്രം കണ്ടപ്പോൾ ഞാൻ ചെയ്തു നോക്കിയതാണ്. നല്ല ഉപയോഗപ്രദമാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ അതിൽ നീര് കിട്ടാനായിട്ട് സഹായിക്കും. നല്ല പോലെ തന്നെ പിഴിഞ്ഞും വരുന്നതാണ്. നല്ല ഈസിക്ക്, ആ തോടിൽ ഒരു ബലമൊന്നും ഉണ്ടാവില്ല, ഈസിക്ക് തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാനും സാധിക്കും. നല്ല പോലെ തന്നെ നീരും കിട്ടുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് പച്ചക്കറിയിലും ഇതുപോലെ ചെയ്യാം. ഉണങ്ങിയ പച്ചക്കറിയിലൊക്കെ നേരിയ ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ ഐസിലിട്ട് വെച്ചാലും നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടും. ക്യാരറ്റൊക്കെ നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടാനായിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അടുത്തായിട്ട് ഇതുപോലെ അരിപ്പ കൊണ്ടുള്ള സൂത്രങ്ങൾ നമുക്ക് കാണാം കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് ഇപ്പം രാത്രിയൊക്കെ രാവിലത്തെ ഫുഡൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണമെങ്കിൽ ചിലപ്പോൾ 2 ഇടിയപ്പം അല്ലെങ്കിൽ ഒരു കഷ്ണം പുട്ട്, 2 ചപ്പാത്തി, ഇതിനൊക്കെ നമ്മൾ ചൂടാക്കാനായിട്ട് ഈ ഇടിയപ്പച്ചമ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടല്ലേ അത് കഴുകിയെടുക്കാൻ ഇതാക്കാനൊക്കെ. അപ്പം നിങ്ങൾ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ചൂടാക്കിയെടുത്താൽ നല്ല സോഫ്റ്റായിട്ട്. അതുപോലെ തന്നെ പഴയ ചോറ് ചൂടാക്കാനും ഇതുപോലത്തെ മെത്തേഡ്, വെള്ളത്തിലിട്ട് നമ്മൾ തിളപ്പിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ആവി കയറ്റി എടുത്താൽ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നതാണ്. അതുപോലെ മുട്ട പുഴുങ്ങാനും പഴം പുഴുങ്ങാനും ഒക്കെ നമുക്ക് ഈ ഒരു അരിപ്പ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കറിയൊക്കെ വെക്കുന്ന സമയത്ത് അതിൻ്റെ മേളിൽ നമ്മൾ ഈ ഒരു അരിപ്പയിൽ നമുക്ക് എന്താണോ പച്ചക്കറികളൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഞാനതൊന്നും ഇതിൽ കാണിക്കുന്നില്ല, പറഞ്ഞു തരുന്നത് മനസ്സിലാക്കാം. തിളച്ച വെള്ളത്തിൻ്റെ മേളിൽ നമ്മളിപ്പോൾ കറിയൊക്കെ വെക്കണമെങ്കിൽ അതിൻ്റെ മേളിൽ ഈ ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മളുടെ സമയവും ഗ്യാസൊക്കെ ലാഭിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് ഇതുപോലുള്ള മുരിങ്ങയിലേക്ക് നമുക്ക് വളരെയധികം ഇഷ്ടമാണ്. വളരെ എന്താണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല വിറ്റാമിൻസ് ഉള്ള ഇലയാണ് നമ്മളുടെ മുരിങ്ങയില. മറ്റുള്ള ചീരയെ അപേക്ഷിച്ച് ഏറ്റവും നല്ല ഗുണകരമായിട്ടുള്ള, കണ്ണിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒക്കെ വളരെ ഉപയോഗപ്രദം. അതുപോലെ പ്രഷർ ഉള്ളവർക്കൊക്കെ നല്ലതാണ്, ഷുഗർ ഉള്ളവർക്കും എല്ലാവർക്കും നല്ലതാണ്. അപ്പം നമുക്ക് ഇത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കിള്ളി എടുക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിൽ ഈ ഒരു അരിപ്പേൻ്റെ ഉള്ളിൽ ഇതുപോലെ ആ ഒരു ഇത് ഇട്ട് കൊടുത്ത് നമ്മൾ ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് അടന്ന് കിട്ടുന്നതാണ് കേട്ടോ. കുറച്ച് നേരിയ തണ്ടാണെങ്കിൽ ഇത്തിരി പാടാണ്. ഇത് ഭയങ്കര കിളിന്ത ഇലയാണ്, അതുകൊണ്ട് പെട്ടെന്ന് പൊട്ടി പോകും. ഇത്തിരി നല്ല ഇതായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇലയാണെങ്കിൽ പക്ഷെ കഴിക്കാൻ ഈ ഒരു ഇലയാണ് കേട്ടോ ടേസ്റ്റ്. നല്ല ടേസ്റ്റാണ് കിളിന്ത ഇലയാവുമ്പോൾ. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഇത് ഊരിയെടുക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരു പേപ്പർ ബാഗിലോ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു ദിവസം വെച്ച് പിറ്റേന്ന് എടുത്താലും മതി. നല്ല പോലെ തന്നെ ഇത് നോക്കി ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. നല്ല ഊർന്ന് വരും. ഒരു തരി പോലും തണ്ടില്ലാതെ നമുക്ക് ഇല മാത്രം നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ ഇതൊന്നും ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മൾ പുറത്ത് വയ്ക്കുന്നതിനേക്കാളും നല്ല സൂപ്പറായിട്ട് കിട്ടുന്നതായിട്ട് കാണാം. അതുപോലെ ഈ മുരിങ്ങയില കഴുകുമ്പോൾ ഒട്ടും വെള്ളം പിടിക്കാത്ത പോലെ ഇരിക്കും അല്ലേ. അതിന് ഞാനൊരു സൂത്രം പറഞ്ഞു തരാം. നേരിയ ചൂടുവെള്ളം, ഭയങ്കര ചൂടൊന്നും പാടില്ല, നേരിയ ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞളും പിന്നെ നമ്മൾ വിനാഗിരിയും ഉപ്പും കൂടെ ഇട്ട് കഴുകി നോക്കിയേ. നല്ല പോലെ തന്നെ ആ ഒരു പൊടി പോലെ ഉണ്ടാവും ഈ മുരിങ്ങയിലയിൽ. അതുപോലെ ചെറു പ്രാണികൾ ഉണ്ടാവും. ഇവയെല്ലാം ഇതിലിടുമ്പോൾ തന്നെ പൊങ്ങി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ശരിക്കും പറഞ്ഞ് നല്ല പോലെ തന്നെ ക്ലീനാക്കി വേണം നമ്മൾ ഈ ഒരു ഇലവർഗ്ഗങ്ങളൊക്കെ കഴിക്കാൻ. എന്താണെന്ന് വെച്ചാൽ 8 കാലി അതുപോലെ ചെറു പ്രാണികളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഇത്. പക്ഷേ ഈ ഒരു വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ അത് ഉണ്ടെങ്കിൽ തന്നെ ഇതിൽ ഒരു തരിയില്ലായിരുന്നു കേട്ടോ.
നമ്മൾ ക്ലീൻ ആക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. പക്ഷേ ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് അത് പുറത്തേക്ക് പോയി അത് ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പം നല്ലതുപോലെ തന്നെ ഈ ഒരു ഇലയിൽ വെള്ളം പിടിക്കാത്ത പോലത്തെ ആ ഒരു ബുദ്ധിമുട്ട് മാറും. നല്ല ചൂടൊന്നും പാടില്ല, നേരിയ ചൂടുവെള്ളം മാത്രമേ എടുക്കാവുള്ളൂ. നേരിയതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും നേരിയ ഒരു വെള്ളത്തിൻ്റെ ഒരു ചൂട് മാറുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഈ അരിപ്പയിലൊന്ന് ഇതുപോലെ ഒന്ന് ഊറ്റി വെച്ചിട്ട് നമുക്ക് തോരനോ പരിപ്പ് കറിയോ അല്ലെങ്കിൽ സൂപ്പ് വെച്ച് കഴിക്കാം. പല രീതിയിൽ നമുക്ക് ഇത് കഴിക്കാനായിട്ട് സാധിക്കും. ഇത് ഉണക്കി വെച്ചിട്ട് നമുക്ക് ദോശ പൊടിയൊക്കെ ഇല്ലേ, നമ്മൾ ഇഡ്ഡലിപ്പൊടിയൊക്കെ ഉണ്ടാക്കിയില്ലേ, അതിലൊക്കെ നമ്മൾ മിക്സ് ചെയ്താൽ ഈ പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്കും അതുപോലെ കണ്ണിന് കാഴ്ച ശക്തിക്കൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു മുരിങ്ങയില. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അടുത്തായിട്ട് നമ്മൾ ഉപ്പ് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ തൈറോയ്ഡ് അത്രത്തോളം കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ അയോഡൈൻ നിറഞ്ഞ ഉപ്പാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്കിപ്പോൾ അത് പറയണ തൈറോയ്ഡ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ ഒരു ഉപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മളൊരു മൺചട്ടിയിലെടുത്തിട്ട് കല്ലുപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ നമ്മളെ ഹെൽത്തിന്. അതിലേക്ക് ഒരു പിടി മുരിങ്ങ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഇതിലുള്ള നമ്മൾ അയോഡിൻ മാറി കിട്ടുന്നതാണ്. ഈ മുരിങ്ങയില കൂടി ചേർത്ത് നമ്മൾ ഈ ഉപ്പ് ഇതുപോലെ ചെയ്തെടുത്താൽ വളരെ നല്ലതാണ്, ഹെൽത്തിന് വളരെ നല്ലത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇതുപോലെ നമ്മൾ കുറച്ച് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ പച്ചക്കറി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ പല ഭക്ഷണത്തിലും നമുക്കിത് ചേർത്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഈവൻ ചെറിയ കുട്ടികളാണെങ്കിൽ കൂടി നമ്മൾ കുക്കറിലിട്ട് കഞ്ഞിയൊക്കെ വേവിക്കുമ്പോൾ ഈ ഒരു ഇല ഇട്ട് കൊടുത്താൽ വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ സ്കിന്നൊക്കെ നല്ല ഗ്ലോയിങ് ആവും, കാഴ്ചശക്തി വർദ്ധിക്കാനൊക്കെ സൂപ്പറാണ്. അപ്പോൾ ഇത് മൺചട്ടിയിലിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മളുടെ മൺചട്ടി നല്ല ക്ലീൻ ആകുകയും ചെയ്യും, നല്ല ഈട് കിട്ടാനും നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഉപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ആരോഗ്യത്തിന് അത്രത്തോളം നല്ലതാണ് കേട്ടോ. നമ്മുടെ ഹെൽത്തിന് നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഉപ്പായിട്ട് മാറും. നമുക്ക് ഇത് ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു തുണിയിൽ നമ്മൾ പുറത്ത് ഈ ഒരു ഉപ്പ് വെയിലത്ത് നല്ലതുപോലെ ഉണക്കിയതിന് ശേഷം ഉപയോഗിക്കുക. അങ്ങനെയും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതൊരു 10 മിനിറ്റത്തെ കാര്യമാണ്. നമ്മൾ വെയിലത്തൊക്കെ ഇടുമ്പോൾ കുറേ സമയം എടുക്കും. അപ്പോൾ ഇത് ചെയ്യുന്നതായിരിക്കും എനിക്ക് ഇത്തിരിയും കൂടി ഈസി ആയിട്ട് തോന്നിയത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ ഒരു അയോഡിൻ മാറിയിട്ട് നമുക്ക് തൈറോയിഡിന് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു ഉപ്പ് സ്റ്റിക്കി ആവില്ല. ഈ ഒരു ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മൾ ചൂടാക്കുമ്പോൾ അത് സ്റ്റിക്കി ആകാണ്ട് വർഷങ്ങളോളം ഇരുന്നോളും. ഈ ഒരു നമ്മളുടെ മുരിങ്ങയില കൂടി ഇടുന്നത് കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പായിട്ട് മാറുന്നതാണ് കേട്ടോ. നല്ലതാണ്, എല്ലാവരും ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് രാവിലെ ഈ ഒരു ഡ്രിങ്ക് ആഴ്ചയിൽ 1-2 പ്രാവശ്യം കുടിച്ചാൽ മതി. ഒരു ഗ്ലാസ്സിലേക്ക് ഒരു നുള്ള് മുരിങ്ങയില, അത് വേണമെങ്കിൽ ഉണങ്ങിയത് എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഉണങ്ങിയ മുരിങ്ങയില എടുക്കുക. അതിലേക്ക് പട്ട പൊടിച്ചത് ഒരു നുള്ളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ പ്രതിരോധ ശേഷി കൂട്ടുവാനും പ്രഷർ കുറയുവാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാനും ഒക്കെ വളരെ നല്ലതാണ്. ഇപ്പം പല രീതിയിലുള്ള അസുഖങ്ങൾ നമ്മുടെ ചുറ്റിനും നടക്കുന്നുണ്ട്. ഇപ്പം തന്നെ ചുമ വന്നിട്ട് മാറാത്ത ആൾക്കാർ എന്തോരാണ്. അപ്പം നമ്മളുടെ പ്രതിരോധ ശേഷി നമുക്ക് കൂടുതലുണ്ടെങ്കിൽ ഇതുപോലുള്ള വൈറസുകൾ നമ്മളുടെ ശരീരത്തിൽ കടക്കാതിരിക്കുവാനൊക്കെ വളരെ നല്ലതാണ്. ഈ ഒരു മുരിങ്ങയില പ്രഷറിനൊക്കെ നല്ലതാണ്, ഷുഗറിന് നല്ലതാണ്. അതുപോലെ തന്നെ പട്ട പൊടിച്ചതും നമ്മളുടെ ആരോഗ്യത്തിന് വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാ ദിവസവും കുടിക്കാനെന്ന് ഞാൻ പറയില്ല, ആഴ്ചയിൽ 1-2 പ്രാവശ്യം കുടിക്കുക. അതുപോലെ നമ്മളിപ്പോൾ എല്ലാവരും കണ്ണട വെച്ചല്ലേ നടക്കുന്നത്, അതൊക്കെ ഇല്ലാതാക്കുവാനായിട്ട് ഈ ഒരു ഡ്രിങ്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ മുരിങ്ങയില നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ്. ഇനി അടുത്തതായിട്ട് മീൻ, നമ്മളിപ്പം നോമ്പ് കാലമൊക്കെ ആയതുകൊണ്ട് അല്ലെങ്കിലും നമ്മളുടെ എന്താണ് പറയുക, മീൻ പത്തിരി അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ്, അല്ലെങ്കിൽ മീൻ പീരയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ മുള്ള് വരുന്ന ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് മുള്ള് കൊടുക്കാതെ തിന്നാനായിട്ടുള്ള ഇത് നമ്മളിപ്പോൾ പല രീതിയിൽ പൊള്ളിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമല്ലോ മീൻ, അതിനൊക്കെ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒരു തരി മുള്ളില്ലാതെ കിട്ടാനായിട്ട് ഈ ഒരു സൂത്രം ചെയ്താൽ മതി. ഇപ്പോൾ ചാള വരെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. വലിയ മീനാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്താൽ മതി. ഇതുപോലെ നേരിയ കത്തി എടുക്കുക. ഈ ഒരു ബ്ലേഡ് നിങ്ങൾ ഇതിനായിട്ട് വേണ്ടി വെക്കുക കേട്ടോ. ഇത് മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ ഇതിനായിട്ട് നിങ്ങൾ വെക്കുക. എന്നിട്ട് ഇതുപോലെ, ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചില്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് വരും കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കാത്തതുകൊണ്ട് അതിൻ്റെ അഴുക്കൊക്കെ ഇങ്ങനെ ഇതായിരിക്കുമല്ലോ. ഫ്രിഡ്ജിൽ വെച്ച്
ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നല്ല ഒരു ഉറപ്പുള്ള മാംസമായിട്ട് മാറും. അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ ആ ഒരു ഭാഗം തലൻ്റെ ഭാഗത്ത് നിന്ന് വെട്ടിക്കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ എടുക്കാവുന്നതാണ്. ഇത് ഏതൊരു മീനും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പം ഈ ഒരു മീൻ മാത്രമല്ല, ഇപ്പം ഞാൻ ചാള കാണിച്ചു തന്നത് എന്താണെന്ന് വെച്ചാൽ അത് വളരെ ടഫായിട്ടുള്ളൊരു സാധനമല്ലേ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. പക്ഷെ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഒന്ന് നിങ്ങളൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്തിരിയും കൂടെ ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. അതുപോലെ അഴുക്കൊന്നും ഇതുപോലെ വരില്ല. നല്ല നമുക്ക് എടുത്ത് കളയാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഇങ്ങനെ ഇതായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമ്പം അത് മുറിക്കാനായിട്ട് ഇത്തിരി പാടുവാണ്. അതുമല്ല അതിൻ്റെ ആ ഒരു ബ്ലഡൊക്കെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരികയും ചെയ്യും. അഴുക്കൊക്കെ കളയാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. ഏതൊരു മീനും നിങ്ങൾ പൊള്ളിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് മീൻ കൊടുക്കുമ്പോഴൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരി മുള്ളില്ലാതെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇതുപോലെ നല്ല മൂർച്ചയുള്ള ബ്ലേഡ് പോലത്തെ കത്തി എടുക്കണം, അത് മാത്രം ശ്രദ്ധിക്കുക. അതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് ഒരു 10 മിനിറ്റ് തണുപ്പിച്ചതിന് ശേഷം തലഭാഗത്ത് നിന്ന് ഇതുപോലെ ആക്കി എടുത്താൽ മാത്രം മതി. കണ്ടില്ലേ, നല്ല മാംസം മാത്രം കിട്ടുന്ന രീതിയിൽ നമുക്ക് ഏതൊരു മീനും നമുക്കൊരു ചെറിയ മീനാണെങ്കിൽ കൂടി ഇതാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.